മക്കൾ ലഹരിക്കടിമയാണോ? രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാനുള്ള വഴികളിതാ. മയക്കുമരുന്നുകളിലേക്ക് ആകർഷിക്കപ്പെട്ട കുട്ടികളെ തിരിച്ചറിയുന്നതിൽ രക്ഷിതാക്കൾ പലപ്പോഴും പരാജയപ്പെടുന്നതാണ് അപകടകരമായ സ്ഥിതിയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത്. ഉപയോഗം തുടങ്ങുന്ന ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇത് തിരിച്ചറിയാനായാൽ അവരെ എളുപ്പത്തിൽ അതിൽ നിന്നും മോചിപ്പിക്കാനാകും. ഈ തിരിച്ചറിയൽ ശേഷി ആർജിക്കാൻ സഹായകരമാകുന്ന വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സാമൂഹിക പ്രവർത്തകർക്കും ഇതൊരു ചെക്ക് ലിസ്റ്റായി ഉപയോഗിക്കാം. കേരളത്തിൽ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ച യുവതലമുറയുടെ ലഹരി ഉപയോഗമാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ലഹരി വ്യാപനം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇതൊരു ആഗോള പ്രശ്നം തന്നെയാണ്. WHO കണക്കുകൾ അനുസരിച്ച് ലോകത്ത് ഒരു വർഷം ലക്ഷക്കണക്കിന് പേരാണ് പുതുതായി ലഹരിക്കടിപ്പെടുന്നത്. ഇതിൽ മദ്യം മുതൽ കൃത്രിമ മയക്കുമരുന്നുകൾ, അതായത് സിന്തറ്റിക് ഡ്രഗ്സ് വരെയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ഇന്ത്യയിൽ കൗമാരക്കാരിൽ 5-1 ലഹരി ഉപയോഗിക്കുന്നുവെന്നാണ് 2019 കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം നടത്തിയ ദേശീയ സർവേയിൽ കണ്ടെത്തിയത്. കേരളത്തിൽ കൗമാര കുറ്റകൃത്യങ്ങളുടെ എണ്ണം അസാധാരണമാംവിധം വർദ്ധിച്ചപ്പോഴാണ് ഇതൊരു സാമൂഹിക പ്രശ്നമായി ശ്രദ്ധിക്കപ്പെട്ടത്. ലഹരിയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ രീതികളെക്കുറിച്ചും പൊതുസമൂഹത്തിന് സാമാന്യ ധാരണയുണ്ടായാൽ മാത്രമേ ഇതിനെ ജനകീയമായി പ്രതിരോധിക്കാൻ കഴിയൂ. ലഹരി ഉപയോഗത്തെ പ്രധാനമായും 3 വിഭാഗമായാണ് തരംതിരിക്കുന്നത്: ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് അഡിക്ഷൻ, USD സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പരാമർശിക്കുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.